നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാവരും അനുഗ്രഹങ്ങൾ കടന്നു വരണമെന്നും ജീവിതത്തിലെ എല്ലാ നിരാശകളും മാറ്റപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ മാത്രമാണ് നമ്മളിൽ ചിലരെങ്കിലും ഈശ്വരനെ ഒന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഈശ്വര ചിന്തകളൊക്കെ അമിതമായി നമ്മുടേക്ക് കടന്നു വരിക എന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് എപ്രകാരം മാറ്റിയെടുക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 സംഖ്യകളാണ്. ഈ 2 സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും. എന്തെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിടുന്ന വ്യക്തികളാണോ നിങ്ങൾ, അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക തന്നെ വേണം. അപ്രകാരം ഇന്ന് നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന 2 സംഖ്യകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സംഖ്യ 14ഉം രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 63ഉമാണ്. ഈ 2 സംഖ്യകളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, 14ഉം 63ഉം. കണ്ണുകളടച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ 14 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ വേദനകളൊന്നുമില്ലാത്ത വ്യക്തികളാണ്. അത് മാനസികമാകട്ടെ ശാരീരികമായിട്ടാകട്ടെ, അതുപോലെ എന്ത് തരത്തിലാണെങ്കിലും ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്. നാളെ എന്തു ചെയ്യും, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി എന്തു ചെയ്യും, എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയുന്നില്ല എന്നതിനെയൊക്കെ ഓർത്ത് വളരെയധികം നിരാശരാകുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ. എന്നാൽ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറുവാനായിട്ട് പലപ്പോഴും നിങ്ങളും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുവാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ സമയവും നിങ്ങൾ വ്യർത്ഥമാക്കി കളയുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ തീർച്ചയായിട്ടും ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ശരിയാക്കാൻ നോക്കണമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾ ഈ അവസ്ഥയിലായതിന് പ്രധാന കാരണം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ ഇല്ലെങ്കിൽ നിങ്ങൾ ഭവനത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കാം. അനാവശ്യമായ ഓരോ കാര്യങ്ങൾ ഇടപെട്ട് ജീവിതത്തെ പ്രതിസന്ധിയിൽ ആഴ്ത്തി അല്ലെങ്കിൽ ജീവിതം ഇത്രത്തോളം നശ്വരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുവാനായിട്ട് ഒരു പരിധിവരെ ആരെയും കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്ന് ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും. വളരെയധികം പോസിറ്റീവ് ചിന്താഗതിയുള്ള വ്യക്തികളാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിലെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ അകപ്പെട്ട് പലപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് വരാറുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റി ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാക്കുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മക്കളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, അവരുടെ പഠന പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന പല പ്രതിസന്ധികളൊക്കെ ആയിരിക്കാം നിങ്ങളെ മാനസികമായി തളർത്തുന്ന ഒരുപാട് വിഷയങ്ങളെന്ന് പറയുന്നത്. എന്നാൽ അതെല്ലാം മാറുവാനായിട്ടും ജീവിതത്തിൽ അങ്ങനെ ഒരു നിരാശയില്ല എന്ന് സ്വപ്നം കണ്ടും ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. വരുന്ന ഒരു 27 ദിവസത്തിനകം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി എന്താണോ അതിനെ നേരിടുവാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
അതായത് സാമ്പത്തിക പ്രയാസങ്ങളാണ്, മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പോലും ആ പ്രയാസങ്ങളെ മാറ്റത്തക്ക വിധത്തിൽ സർവേശ്വരൻ നിങ്ങൾക്കൊരു വഴി തുറക്കുവാനായിട്ട് പോവുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കടഭാരം തന്നെയാകുന്നു. ചിലപ്പോൾ ഒരു ലോണിന് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കാം, വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്ന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവരായിരിക്കാം, ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്നവരായിരിക്കാം, എനിക്ക് പ്രായമായ മക്കളുണ്ട്, അല്ലെങ്കിൽ അവരെ എങ്ങനെ വിവാഹം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ അറിയാൻ കഴിയാതെ ഭാരപ്പെട്ട് നീറുന്ന മാതാപിതാക്കളായിരിക്കാം. ഇതിനേക്കാളും അപ്പുറം ഒരു ഭവനം അല്ലെങ്കിൽ മക്കൾ, മാതാപിതാക്കൾ എന്നതിനെയൊക്കെ ആരുടെയും സഹായമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളുമായിരിക്കാം. എന്നാൽ അപ്രകാരമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫലം തന്നെ ഈശ്വരൻ നിങ്ങൾക്കായിട്ട് വരുന്ന 27 ദിവസത്തിനകം ഒരുക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ വലുതായി ഒന്നും പ്രതീക്ഷിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക, നിങ്ങളിപ്പോൾ നേരിടുന്ന എന്താണോ ഒരു ആവശ്യം അതിനുള്ള പദ്ധതികളാണ് ഏറ്റവും പ്രധാനമായിട്ട് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് തരുന്നത്. അത് പ്രതീക്ഷയല്ല, അത് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും കടന്ന് നിങ്ങൾ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആത്മാർത്ഥതയും ആത്മധൈര്യവും ഒക്കെ മുഖമുദ്രയാക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ, അതായത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 63 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ വളരെയധികം ദേഷ്യക്കാരാണ് എന്ന് തോന്നിക്കുമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെയധികം പാവപ്പെട്ട, അല്ലെങ്കിൽ വളരെയധികം മനസമാധാനത്തോടു കൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ എന്തൊക്കെ കൊണ്ടോ അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് ഞെരുക്കങ്ങളാണ്, ഭാരങ്ങളാണ്. കടഭാരത്തിനും അപ്പുറം ഒന്നുമില്ല എന്ന തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയൊക്കെയോ കഷ്ടതകൾ കടന്നു വരുന്നു, ഒന്നും സ്വന്തമാക്കുവാനായിട്ട് കഴിയുന്നില്ല, എല്ലായ്പ്പോഴും പ്രതിസന്ധികൾ മാത്രമാണ് എന്നൊക്കെ കരുതി ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാനായിട്ടും പ്രതിസന്ധികൾ മാറുവാനായിട്ടും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും വഴിപാടുകൾക്ക് മുടക്കം സംഭവിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും നേർന്ന കാര്യം നടപ്പിലാക്കാതെ ഞാൻ മാറിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക. അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ബുദ്ധിമുട്ട്. പലരും പറയുന്നുണ്ട്, എനിക്ക് ദൃഷ്ടിദോഷത്തിലും മറ്റു ദോഷങ്ങളിലും ഒന്നും വിശ്വാസമില്ല എന്നുള്ള കാര്യമൊക്കെ. എന്നാൽ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പങ്കുവയ്ക്കുവാനായിട്ടേ എനിക്ക് കഴിയുന്നുള്ളൂ, പക്ഷേ അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് തന്നെ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള, അല്ലെങ്കിൽ ഒരു പ്രശ്നം വെച്ച് നോക്കുക, ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാതര ബുദ്ധിമുട്ടുകൾ മാറുവാനായിട്ടും എല്ലാതര പ്രതിസന്ധികൾ മാറുവാനായിട്ടും ഒരല്പം സമയം, അതായത് ഒരു 3 മാസക്കാലമെങ്കിലും നിങ്ങൾ ക്ഷമാപൂർവം വെയിറ്റ് ചെയ്തേ മതിയാകൂ. അത്രത്തോളം നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എപ്രകാരമാണ് ഒരു ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതോ ഒക്കെ ഒന്ന് മാറ്റിവെക്കുക. അത് വളരെയധികം ദോഷം നിങ്ങൾക്ക് വന്നു ഭവിക്കുകയേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിരാശപ്പെടരുത്. ഒരിക്കലും വളരെ കഷ്ടതയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ ഇതൊന്നും നിങ്ങൾ മാറ്റി നിർത്തരുത്. അത്രത്തോളം സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉപജീവനത്തിനായിട്ട് ഒരു വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ മക്കളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ സാധ്യമാകും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്,
ഒരു ഭവനത്തിൻ്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത ശേഷം അതിൽ നിന്ന് ഒന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, അല്ലെങ്കിൽ എനിക്കതിന് കഴിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാകുന്നു, ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നൊക്കെ കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒളിച്ചോടാനായിട്ട് നോക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേഗം തന്നെ മാറിപ്പോകും. എവിടെയെങ്കിലും നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകില്ല. അത്രത്തോളം ഭാരവും പ്രയാസവും നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ധൈര്യമായിട്ട് നേരിടുക. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ജീവിതത്തിൽ ഒരു ശുഭപ്രതീക്ഷ തന്നെ ഉണ്ടാകും. വരുന്ന 3 മാസക്കാലം ക്ഷമാപൂർവം കാത്തിരിക്കുക. ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.